നമസ്കാരം. വാർത്താ ധ്യാനത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇടശ്ശേരി സുനാമി ഉന്നതിയിൽ നിലനിൽക്കുന്ന രൂക്ഷമായ ശോചനീയാവസ്ഥയും താമസക്കാരുടെ ദുരിതങ്ങളും നേരിട്ട് കണ്ട് വിലയിരുത്തുന്നതിനായി നാട്ടിക MLA ഗീതാ ഗോപിയുടെ നേതൃത്വത്തിൽ ഉന്നതതല സംഘം സന്ദർശനം നടത്തി. തൃശൂർ മരത്താക്കര കുഞ്ഞിനംപാറയിൽ ബസ് ടോറസ് ലോറിക്ക് പുറകിൽ ഇടിച്ച് അപകടം, 5 പേർക്ക് പരിക്ക്. ഏങ്ങണ്ടിയൂരിൽ വീട്ടിൽ കയറി യുവാവിനെ തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 2 പേർ അറസ്റ്റ്. CP ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ പാലക്കാട് CP ജംഗ്ഷനിൽ വെച്ച് നടന്ന നവോത്ഥാനം കാർഷിക പരിപാടി കേരള സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി T സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ഇടശ്ശേരി സുനാമി ഉന്നതിയിൽ നിലനിൽക്കുന്ന രൂക്ഷമായ ശോചനീയാവസ്ഥയും താമസക്കാരുടെ ദുരിതങ്ങളും നേരിട്ട് കണ്ട് വിലയിരുത്തുന്നതിനായി നാട്ടിക MLA ഗീതാ ഗോപിയുടെ നേതൃത്വത്തിൽ ഉന്നതതല സംഘം സന്ദർശനം നടത്തി. തൃശൂർ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ IAS, തളിക്കുളം ബ്ലോക്ക് പ്രസിഡന്റ് എൻസിലാഗിരി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CN നൌഷാദ്, തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ, ചാവക്കാട് തഹസിൽദാർ, വിവിധ വകുപ്പുകളിലെ മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരാണ് MLAയോടൊപ്പം സുനാമി ഉന്നതി സന്ദർശിച്ചത്. ഉന്നത നിവാസികൾ അനുഭവിക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ്, ശുദ്ധജലക്ഷാമം, ഡ്രെയിനേജ് സംവിധാനങ്ങളുടെ തകരാർ, വീടുകളുടെ ജീർണാവസ്ഥ തുടങ്ങി നിരവധി വിഷയങ്ങൾ സംഘം നേരിട്ട് പരിശോധിച്ചു. പ്രദേശവാസികളുടെ പരാതികളും നിർദ്ദേശങ്ങളും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും കേട്ടറിഞ്ഞു. തൃശൂർ മരത്താക്കര കുഞ്ഞിനംപാറയിൽ ബസ് ടോറസ് ലോറിക്ക് പുറകിൽ ഇടിച്ച് അപകടം, 5 പേർക്ക് പരിക്ക്. 5 പേർക്ക് പരിക്കേറ്റു. തിരുവനന്തപുരത്തു നിന്നും ബാംഗ്ലൂരിലേക്ക് പോരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ബസ്സിലെ ഡ്രൈവർക്കും ക്ലീനർക്കും യാത്രക്കാർക്കും ഉൾപ്പെടെ 5 പേർക്കാണ് പരിക്കേറ്റത്. ബസ് ഡ്രൈവർ ചേർത്തല സ്വദേശി രാകേഷ്, ബസ് ജീവനക്കാരൻ ഉണ്ണികൃഷ്ണൻ, യാത്രക്കാരായ കൊല്ലം സ്വദേശി പ്രശാന്ത്, ആറ്റിങ്ങൽ സ്വദേശി രാഹുൽ, തമ്പാനൂർ സ്വദേശി ലത എന്നിവർക്കാണ് പരിക്കേറ്റവരെ തൃശൂർ ജില്ലാ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഏങ്ങണ്ടിയൂരിൽ വീട്ടിൽ കയറി യുവാവിനെ തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 2 പേർ അറസ്റ്റിൽ. ഏങ്ങണ്ടിയൂർ ഏതായി സ്വദേശികളായ തെറ്റാരി വീട്ടിൽ ജഗൻ, പാറാച്ചൻ വീട്ടിൽ പ്രണവ് എന്നിവരാണ് അറസ്റ്റിലായത്. ഏങ്ങണ്ടിയൂർ നേതാജി നഗറിൽ വാടകയ്ക്ക് താമസിക്കുന്ന ചാവക്കാട് സ്വദേശി ചെട്ടിപ്പറമ്പിൽ വീട്ടിൽ അമർജിത്ത് എന്നയാൾക്കാണ് ആക്രമണത്തിൽ പരിക്കേറ്റത്. അമർജിത്തുമായുള്ള മുൻവൈരാഗ്യത്തെ തുടർന്ന് ആഗസ്റ്റ് 6 രാവിലെ പ്രതികൾ ഇയാളുടെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറുകയും ചുറ്റിക, ജാക്കി ലിവർ തുടങ്ങിയ മാരകായുധങ്ങൾ കൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിക്കുകയുമായിരുന്നു. ജഗൻ വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു വധശ്രമക്കേസിലും വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി ഭീഷണിപ്പെടുത്തിയ കേസിലും അടക്കം 2 ക്രിമിനൽ കേസിലെ പ്രതിയാണ്. വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ SI വിഷ്ണു രാമചന്ദ്രൻ, SI ഗോകുൽ, GS CPO മഹേഷ്, CPO പ്രണവ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. CP ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ പാലക്കാട് CP ജംഗ്ഷനിൽ വെച്ച് നടന്ന നവോത്ഥാനം കാർഷിക പരിപാടി കേരള സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി T സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. വിവിധ വാദ്യമേളങ്ങളോടെ വലിയ ജനക്കൂട്ടം മന്ത്രിയെ വരവേറ്റു. മനോഹരമായ രീതിയിൽ തയ്യാറാക്കിയ CP അഗ്രികൾച്ചറൽ ഫാം മന്ത്രി സന്ദർശിക്കുകയും പുതിയ തൈകൾ നടുകയും ചെയ്തു. ചടങ്ങിൽ നാട്ടിക MLA ഗീതാ ഗോപി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ 50 ഏക്കറിലധികം സ്ഥലത്ത് വിവിധ കാർഷിക പദ്ധതികൾ നടപ്പിലാക്കുന്ന CP ട്രസ്റ്റ് ചെയർമാൻ CP സാലിഹിനെ മന്ത്രി പൊന്നാട അണിയിച്ചും ഉപഹാരം നൽകിയും ആദരിച്ചു. ഫാം സെറ്റ് ചെയ്ത കൃഷി ഓഫീസർ സുഭാഷ്, ഫാം സെക്രട്ടറി വിൽസൺ പുലിക്കോട്ടിൽ എന്നിവരെയും മന്ത്രി പൊന്നാട അണിയിച്ചും ഉപഹാരങ്ങൾ നൽകിയും ആദരിച്ചു. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, തൃശൂർ റൂറൽ SP മുഹമ്മദ് നദീമുദ്ദീൻ IPS, അമൽ T പ്രേമൻ, ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PI സജിത തുടങ്ങിയ ജനപ്രതിനിധികളും കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരായ നിംബ ഫ്രാങ്കോ, മിനി ജോസഫ്, റൈഹാന, ലക്ഷ്മി K മോഹൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. രാവിലെ 11:30 മുതൽ റിട്ടയർഡ് GDA മിനി ES കർഷകർക്ക് ഏറെ ഗുണകരമായ വിധത്തിൽ സെമിനാർ നടത്തി. നൂതന കാർഷിക രീതിയും വളപ്രയോഗവും കീടസംരക്ഷണത്തെക്കുറിച്ചും വിശദമായ രീതിയിൽ ക്ലാസ് നയിച്ചു. ട്രസ്റ്റ് പ്രവർത്തനങ്ങൾക്ക് ഷമീർ മുഹമ്മദ് അലി, രവി കിരൺ, ഗോപി, ജാഫർ, പ്രദീപ്, അജ്മൽ, പ്രസ്തീന,
മറ്റ് ട്രസ്റ്റ് അംഗങ്ങളും നേതൃത്വം നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് മോഹനൻ മാസ്റ്റർ സ്വാഗതവും വിൽസൺ പുലിക്കോട്ടിൽ ചടങ്ങിന് നന്ദിയും രേഖപ്പെടുത്തി. ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിലെ ഗവൺമെന്റ് തീരുമാനമെടുത്തു, കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്നതായ കതിർ ക്ലബിലെ കുട്ടികൾക്ക് വെയിറ്റേജ് മാർക്ക് കൊടുക്കാൻ ഈ സർക്കാർ തീരുമാനമെടുക്കുകയാണ്. ചെറുപ്പത്തെ കൃഷിയിലേക്ക് കണക്ട് ചെയ്ത് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. 2026 വനിതാ കർഷക വർഷത്തിൽ ദേശീയ തലത്തിലുള്ള കർമ്മപരിപാടികൾ പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. കേരള സംസ്ഥാനം ആദ്യമായി തീരുമാനമെടുത്തു. 350 ലക്ഷം രൂപ ഈ വർഷം വെച്ചു. ഐക്യരാഷ്ട്ര സംഘടന 1 വർഷമാണ് പദ്ധതി പ്രഖ്യാപിച്ചതെങ്കിൽ കേരള ഗവൺമെന്റ് 5 വർഷം നീണ്ടു നിൽക്കുന്ന കൃഷി സഖി എന്ന വനിതകൾക്ക് മാത്രമായുള്ള ചരിത്രത്തിലെ ആദ്യത്തെ പദ്ധതി പ്രഖ്യാപിച്ച് ആ പദ്ധതിയുടെ നിർവഹണത്തിലേക്ക് പോവുകയാണ് നമ്മൾ. ഏമൂർ ശിവപാർവതി ക്ഷേത്രത്തിൽ പട്ടാപ്പകൽ മോഷണം. മോഷണ വസ്തുക്കൾ വിളക്കുങ്ങൽ സെന്ററിലെ ഓട്ടോറിക്ഷ ഡ്രൈവറുടെ ജാഗ്രതയിൽ തിരിച്ചുകിട്ടി. ക്ഷേത്രത്തിലെ വിലപിടിപ്പുള്ള ഓട്ടുരുളിയും പാത്രങ്ങളുമാണ് മോഷ്ടിച്ചത്. ഇവ റോഡരികിൽ ഒളിപ്പിച്ച ശേഷം പിന്നീട് ഓട്ടോയിൽ കടത്താൻ ശ്രമിക്കുന്നതിനിടെ ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് സംശയം തോന്നുകയും ചാക്കുകൾ പരിശോധിക്കുകയും ചെയ്തതോടെയാണ് സമീപത്തെ ക്ഷേത്രത്തിലേതാണെന്ന് വ്യക്തമായത്. നാടോടികളായ സ്ത്രീകളാണ് മോഷണം നടത്തിയത്. പോലീസിനെ വിളിച്ചു വരുത്തുന്നതിനിടെ ഇവർ രക്ഷപ്പെട്ടു. കാഞ്ഞാണിയിൽ അടുപ്പിൽ നിന്ന് തീ പടർന്ന് ഓലവീട് ഭാഗികമായി കത്തിനശിച്ചു. ഉപ്പേരി വറക്കുന്നതിനിടയിൽ അടുപ്പിൽ നിന്ന് തീ പടർന്ന് ഓലവീട് ഭാഗികമായി കത്തിനശിച്ചു. കാരമുക്ക് ഗവൺമെന്റ് ആശുപത്രിക്ക് പടിഞ്ഞാറ് തുരുത്തിയിൽ മനോജിന്റെ വീടാണ് കത്തിയത്. ഓണവിപണിയുടെ ഭാഗമായി വീട്ടുകാർ ഉപ്പേരി ഉണ്ടാക്കി വിൽപ്പന നടത്താറുണ്ട്. വെള്ളിയാഴ്ച വൈകിട്ട് ഉപ്പേരി ഉണ്ടാക്കുമ്പോഴാണ് അടുപ്പിൽ നിന്ന് തീ പടർന്നത്. വാർഡംഗം സുനിത ബാബുവിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ വെള്ളം പമ്പ് ചെയ്ത് തീ കെടുത്തിയതിനാൽ വൻ അപകടം ഒഴിവായി. വീട്ടിലെ വസ്ത്രങ്ങളും മനോജിന്റെ മക്കളുടെ പാഠക പുസ്തകങ്ങളും കത്തിനശിച്ചു. വീട്ടിൽ മനോജും ഭാര്യ സ്വപ്ന, മക്കളായ ലക്ഷ്മിപ്രിയ, കൃഷ്ണപ്രിയ എന്നിവരാണ് താമസിക്കുന്നത്. പാവപ്പെട്ട കുടുംബമാണ്. വീട് കത്തിയതോടെ കുടുംബം ദുരിതത്തിലായി. നേരത്തെ പ്രളയത്തിൽ വീട് നശിച്ചതോടെ കുടിൽ കെട്ടി താമസിച്ചു വരികയായിരുന്നു മനോജും കുടുംബവും. പുതൻപീടിക സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റും തൃശൂർ IMAയും സംയുക്തമായി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിലക്ഷ്മി വാസനൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ റാഫേൽ മുത്തുപീടിക അധ്യക്ഷത വഹിച്ചു. IMA ബ്ലഡ് ബാങ്ക് മെഡിക്കൽ ഓഫീസർ NG രാധാകൃഷ്ണൻ ബോധവൽക്കരണ ക്ലാസ് നടത്തി. പഞ്ചായത്ത് അംഗം CL ജോബി, പ്രിൻസിപ്പൽ സ്മിത P ജോസ്, PTA പ്രസിഡന്റ് CC ജോസഫ്, പ്രധാനാധ്യാപകൻ KK ഫ്രാൻസിസ്, NSS പ്രോഗ്രാം ഓഫീസർ ജോളി ജോർജ് എന്നിവർ പ്രസംഗിച്ചു. അധ്യാപകരായ ഷെറിൻ ജോജോ, PA സൈമൺ, NSS ലീഡർമാരായ ആൻവി വിജോ, സന ഫാത്തിമ എന്നിവർ നേതൃത്വം നൽകി. ക്യാമ്പിൽ 75ഓളം പേർ രക്തം ദാനം ചെയ്തു. മുലയൂട്ടലിന്റെ മഹത്വവും ശിശുപരിപാലനത്തിന്റെ പ്രാധാന്യവും പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുന്നതിനായി എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തും ചാമക്കാല കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി സംഘടിപ്പിച്ച മുലയൂട്ടൽ വാരാചരണത്തിന് വേറിട്ട മുഖം. വാരാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ബേബി കിങ് ബേബി ക്വീൻ മത്സരത്തിൽ 2 വയസ്സ് വരെയുള്ള 60-ലേറെ കുഞ്ഞുങ്ങൾ പങ്കെടുത്തു. 2 മുതൽ 5 വയസ്സ് വരെയുള്ള 160ഓളം കുട്ടികൾ പങ്കെടുത്ത പുഞ്ചിരി മത്സരം പരിപാടിയുടെ പ്രധാന ആകർഷണമായി. അമ്മമാർക്കായി സംഘടിപ്പിച്ച പ്രത്യേക ബോധവൽക്കരണ ക്ലാസ്സിന് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് EK സുജന നേതൃത്വം നൽകി. ആരോഗ്യ ബോധവൽക്കരണം കുട്ടികളുടെ ചിരിയിലൂടെ എന്ന ആശയത്തിലായിരുന്നു പരിപാടി. പുളിഞ്ചോട് റാഹി കൺവെൻഷൻ സെന്ററിൽ നടന്ന പരിപാടി തൃശൂർ ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ PA സജിത ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് അധ്യക്ഷയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK ചന്ദ്രബാബു, വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ നവമി പ്രസാദ്, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ഐഷാബി മുഹമ്മദ്, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KS സാന്ദ്ര, പബ്ലിക് ഹെൽത്ത് നഴ്സ് ഷൈന യൂസഫ്, ഹെൽത്ത് ഇൻസ്പെക്ടർ ബിജു C ജേക്കബ്, ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KR ഹേമമാലിനി, ഡോക്ടർ TS ജീന, സൈക്കോളജി കൗൺസിലർ റിബ മാത്യു, V ബിന്ദു തുടങ്ങിയവർ പങ്കെടുത്തു. മുലപ്പാൽ കുഞ്ഞിന് ആരോഗ്യത്തിന്റെ ആദ്യ സമ്മാനം, അമ്മയ്ക്ക് സ്നേഹത്തിന്റെ ഏറ്റവും മനോഹരമായ ഭാഷ എന്ന സന്ദേശവുമായി നടന്ന വാരാചരണത്തിന്റെ ഭാഗമായി മത്സര വിജയികൾക്കും പങ്കെടുത്ത കുട്ടികൾക്കും തെരഞ്ഞെടുത്ത അമ്മമാർക്കും സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ബേബി കിങ്ങായി സിയാൻ KM, ബേബി ക്യൂനായി ഹിസ ഹന്ന എന്നിവർ തെരഞ്ഞെടുക്കപ്പെട്ടു. പുഞ്ചിരി മത്സരത്തിൽ KN അജ്ജുക 1ാം സ്ഥാനവും KV ശിവദുർഗ 2ാം സ്ഥാനവും അംന മറിയം 3ാം സ്ഥാനവും നേടി. ഒരു ഇടവേളയ്ക്ക് ശേഷം വാർത്താ നേരം തുടരും.
നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 23 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES affiliated to Calicut University, approved by Government of Kerala, AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA കോഴ്സുകളോടൊപ്പം ഈ അധ്യയന വർഷം മുതൽ ഡിഗ്രിക്കൊപ്പം പ്രൊഫഷണൽ സ്കിൽസും ജോലിയും നേടാൻ സാധിക്കുന്ന ആഡ് ഓൺ കോഴ്സുകൾ ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, സൈബർ സെക്യൂരിറ്റി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, എത്തിക്കൽ ഹാക്കിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നിവ നാട്ടികയുടെ മണപ്പുറത്തിൽ NES കോളേജിൽ മാത്രം. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. ഫോൺ 9745782120 048724022020. നിങ്ങളുടെ ലാപ്ടോപ്പിന്റെ പെർഫോമൻസ് കുറഞ്ഞു, ലാപ്ടോപ്പിൽ ചാർജിംഗ് കപ്പാസിറ്റി കുറഞ്ഞു. വിഷമിക്കേണ്ട, ലാപ്ടോപ്പുകളുടെയും കമ്പ്യൂട്ടറുകളുടെയും ഏതു പ്രശ്നങ്ങളും ഉടനടി റിപ്പയർ ചെയ്തു കൊടുക്കുന്നു. കൂടാതെ എല്ലാവിധ കമ്പ്യൂട്ടർ അനുബന്ധ കണക്ടറുകളും കേബിളുകളും ഇവിടെ ലഭിക്കുന്നു. വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള തൃപ്പയാറിലെ ഏക സ്ഥാപനം ലൈവ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ലാപ്ടോപ്പ് റിപ്പയറിംഗ് സെന്റർ. ഫോൺ 9946048988. വാർത്താ നേരം തുടരുന്നു. അണ്ടർ 20 ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് 400 മീറ്ററിൽ മലയാളി താരം മുഹമ്മദ് അഷ്ഫാഖിന് 8ാം സ്ഥാനം. 46.20 സെക്കൻഡിലാണ് താരം ഫിനിഷ് ചെയ്തത്. 1-2 സ്ഥാനങ്ങൾ USA-ക്കാണ്. 44.47 സെക്കൻഡിൽ ഫിനിഷ് ചെയ്ത ജെയ്ഡൻ ഡിലിയോൺ സ്വർണവും 44.62 സെക്കൻഡിൽ ഓടിയെത്തിയ ക്വിൻസി വിൽസൺ വെള്ളിയും നേടി. ദക്ഷിണാഫ്രിക്കയുടെ ലിൻഡർട്ട് കൊക്കമോർ വെങ്കലവും സ്വന്തമാക്കി. അമേരിക്കയിലെ യൂജിനിൽ നടക്കുന്ന ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന്റെ 400 മീറ്റർ ഫൈനലിലേക്ക് ദേശീയ റെക്കോർഡോടെ യോഗ്യത നേടിയാണ് 19-കാരൻ കായിക ലോകത്തെ അമ്പരപ്പിച്ചത്. റെക്കോർഡുകൾ വഴിമാറിയ വായുവേഗം ആദ്യ റൗണ്ടിലെ ഫീൽഡ്സിൽ അതിവേഗക്കാരായ എതിരാളികളെ അപ്രസക്തരാക്കി. വെറും 45.81 സെക്കൻഡിൽ 400 മീറ്റർ പൂർത്തിയാക്കിയാണ് അഷ്ഫാഖ് പുതിയ ദേശീയ ചരിത്രം രചിച്ചത്. കഴിഞ്ഞ ഏപ്രിൽ ബംഗളൂരിൽ നടന്ന അണ്ടർ 20 ഫെഡറേഷൻ കപ്പിൽ 46.05 സെക്കൻഡിന് സ്വന്തം റെക്കോർഡും കാറ്റിൽ പറത്തി തൊട്ടു പിന്നാലെ നടക്കുന്ന കടുത്ത സെമി ഫൈനൽ പോരാട്ടത്തിലും ഒട്ടും തളരാതെ 46.00 സെക്കൻഡിൽ ഫിനിഷിംഗ് ലൈൻ തൊട്ടാണ് കലാശപ്പോരിലേക്ക് ടിക്കറ്റ് എടുത്തത്. എന്നാൽ ഇന്ത്യൻ സമയം ശനിയാഴ്ച രാവിലെ 9:20 നടന്ന ഫൈനലിൽ ആദ്യ റൗണ്ടുകളുടെ പ്രകടനം താരത്തിന് ആവർത്തിക്കാനായില്ല. കർണാടകയിലെ തുംകുരുവിൽ നടന്ന 24ാമത് ദേശീയ ജൂനിയർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിലെ ഉജ്ജ്വല പ്രകടനത്തോടെയാണ് അഷ്ഫാഖ് അന്താരാഷ്ട്ര വേദിയിലേക്കുള്ള യോഗ്യത പിടിച്ചെടുത്തത്. തിരുവനന്തപുരം GB രാജ സ്പോർട്സ് സ്കൂളിലെ +2 പഠനകാലം മുതൽ ക്യാപ്റ്റൻ അജിമോന്റെ കടുത്ത ശിക്ഷണത്തിലാണ് ഈ പ്രതിഭ 3 വർഷം സ്പോർട്സ് കേരള ഫൗണ്ടേഷന്റെ കൈത്താങ്ങും ശാസ്ത്രീയ പരിശീലനവും അഷ്ഫാഖിന്റെ കുതിപ്പിന് കൂടുതൽ മൂർച്ച കൂട്ടി. ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂരിൽ നടന്ന 36ാമത് സൗത്ത് സോൺ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ 20 വയസ്സിന് താഴെയുള്ളവരുടെ 400 മീറ്റർ ഓട്ട മത്സരത്തിൽ 47.3 സെക്കൻഡിൽ സ്വർണ്ണ മെഡൽ നേടിയിരുന്നു. 2024 സംസ്ഥാന സ്കൂൾ അത്ലറ്റിക് മീറ്റിൽ 400 മീറ്റർ ഓട്ട മത്സരത്തിൽ സ്വയം സ്ഥാപിച്ച റെക്കോർഡ് 47.65 സെക്കൻഡ് മറികടന്നാണ് അഷ്ഫാഖ് പുതിയ സമയം ആന്ധ്രയിലെ ഗുണ്ടൂരിൽ തിരുത്തിയത്. 2025 400 മീറ്റർ ദേശീയ മീറ്റിലും സ്വർണ്ണ മെഡൽ നേടിയിരുന്നു. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ശ്രീലങ്കയിൽ നടന്ന അന്താരാഷ്ട്ര അത്ലറ്റിക് മീറ്റിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ഹോങ്കോങ്ങിൽ നടന്ന അണ്ടർ 20 അത്ലറ്റിക് മീറ്റിൽ 4x400 മീറ്റർ റിലേയിൽ വെങ്കല മെഡൽ നേടിയ ടീമിലും അംഗമായിരുന്നു. പെരിഞ്ഞനം ചക്കരപ്പാടം സ്വദേശിയായ മടത്തിപ്പറമ്പിൽ അഷ്റഫിന്റെയും ജെസ്സിയുടെയും 3 മക്കളിൽ ഇളയ മകനാണ് അഷ്ഫാഖ്. സ്വർണ്ണക്കടത്ത്, കവർച്ച തുടങ്ങിയ നിരവധി കേസുകളിൽ പ്രതിയായ കണ്ണൂർ സ്വദേശി അർജുൻ ആയിങ്കയ്ക്ക് തൃശൂരിൽ വ്യാപക പരിശോധന. അർജുൻ ആയിങ്കയുടെ സഹോദരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കുറ്റിപ്പുറത്തു നിന്ന് വിവിധ വാഹനങ്ങളിൽ സഞ്ചരിച്ച് തൃശൂർ നഗരത്തിലെത്തിയ അർജുൻ ആയിങ്ക വടക്കുന്നാഥ ക്ഷേത്ര മൈതാനത്ത് നിന്നും പോലീസിന്റെ കണ്ണുവെട്ടിച്ച് മറ്റൊരു വാഹനത്തിൽ കയറി രക്ഷപ്പെട്ടു. കുറ്റിപ്പുറം അമല പൂങ്കുന്നം വഴിയാണ് അർജുൻ ആയിങ്ക തൃശൂരിലെത്തിയത്. പോലീസ് സംഘം പിന്തുടരുന്നുവെന്നറിഞ്ഞ അർജുൻ മറ്റൊരു വാഹനത്തിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു. അർജുൻ സഞ്ചരിച്ച വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തു. പോലീസ് ക്ലബിലെത്തിച്ച അർജുൻ ആയിങ്കയുടെ സഹോദരൻ അഖിലിനെ വിശദമായി ചോദ്യം ചെയ്യൽ തുടരുകയാണ്. സിറ്റി പോലീസ് കമ്മീഷണർ നകുൽരാജ് ദേശ്മുഖ്, ACP TR രാജേഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് തൃശൂരിൽ തിരച്ചിലിന് നേതൃത്വം നൽകിയത്. യാതൊരു മുന്നറിയിപ്പുമില്ലാതെ നിർധന കുടുംബത്തെ ഉജ്ജീവൻ മൈക്രോ ഫിനാൻസ് ഉദ്യോഗസ്ഥർ പോലീസുമായി എത്തി രാത്രി
തെരുവിലേക്ക് ഇറക്കിവിട്ടതായി പരാതി. മുണ്ടത്തിക്കോട് ഗാന്ധിനഗർ സ്വദേശി കുന്നത്തുള്ളിദാസിനെയും കുടുംബത്തെയുമാണ് മഴയത്ത് തെരുവിലേക്ക് ഇറക്കിവിട്ടത്. ഇതേസമയം സംഭവത്തെക്കുറിച്ച് മന്ത്രി OJ ജനീഷ് കളക്ടറോട് റിപ്പോർട്ട് തേടി. ശക്തമായ കാറ്റിൽ നെൽമണിക്കര മടവാക്കരയിൽ മരം കടപുഴകി വീടിന് മുകളിലേക്ക് വീണു. പല്ലാവൂർ രാമചന്ദ്രന്റെ ഓടിട്ട വീടിന് മുകളിലേക്കാണ് തേക്കുമരം വീണത്. വീടിന് ഭാഗികമായ കേടുപാടുകൾ സംഭവിച്ചു. ആലപ്പാട് പോളിന്റെ പറമ്പിലെ തേക്കാണ് വീണത്. മരം വീണതിനെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം നിലച്ചു. വൈദ്യുതി കമ്പികൾ പൊട്ടി വീണതിനെ തുടർന്ന് മേഖലയിൽ വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടു. തേക്ക് മുറിച്ചു മാറ്റിയ ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ദേശീയപാത പോട്ടയിൽ ബൈക്കിടിച്ച് കാൽനട യാത്രക്കാരി മരിച്ചു. കൊരട്ടി പേങ്ങോട്ട് ബാലന്റെ ഭാര്യ 53 വയസ്സുള്ള ലീലയാണ് മരിച്ചത്. പെട്രോൾ പമ്പ് ജീവനക്കാരിയായ ലീല ജോലി കഴിഞ്ഞ് ആളൂരിലെ വീട്ടിലേക്ക് പോകാൻ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെയായിരുന്നു അപകടം. ഗുരുവായൂർ മമ്മിയൂരിൽ ആൾതാമസമില്ലാത്ത വീട് കുത്തിത്തുറന്ന് മോഷണ ശ്രമം. മമ്മിയൂർ നവ്യനഗറിൽ വരലക്ഷ്മി ദുർഗപ്രസാദിന്റെ വീട്ടിലാണ് മോഷണ ശ്രമം നടന്നത്. വീട് വൃത്തിയാക്കാനെത്തിയ ജോലിക്കാരിയാണ് മോഷണ ശ്രമം അറിഞ്ഞത്. പുറകിലെ ഗ്രില്ല് തുറന്നു കിടക്കുന്നത് കണ്ട് അകത്തു കയറി നോക്കിയപ്പോഴാണ് സാധനങ്ങൾ വാരി വലിച്ചിട്ട നിലയിൽ കണ്ടത്. വീട്ടുകാരുടെ പരാതി പ്രകാരം ടെമ്പിൾ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഗുരുവായൂരിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ കഴിഞ്ഞ ദിവസം നടന്ന മോഷണത്തിന് പിന്നിൽ 18 വയസ്സിനു താഴെയുള്ള കൗമാരക്കാർ. കൊല്ലം സ്വദേശികളായ ബന്ധുക്കളായ 2 പേരാണ് പിടിയിലായത്. ഏതാനും ദിവസം മുമ്പാണ് ഇരുവരും കുടുംബത്തോടൊപ്പം ഗുരുവായൂരിലെത്തിയത്. തൈക്കാട് പള്ളി റോഡിലെ അവിൽ പ്രോജ്യൂസ് കടയിലും മാവിൻചുവട്ടിലെ KM ഫ്രൈഡിലുമാണ് കഴിഞ്ഞ ദിവസം മോഷണം നടന്നത്. കടകളിൽ നിന്ന് 16,000 രൂപയും മൊബൈൽ ഫോണുമാണ് പ്രതികൾ കവർന്നത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഗുരുവായൂർ പോലീസ് 24 മണിക്കൂറിനകം പ്രതികളെ കണ്ടെത്തിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടശ്ശേരി സുനാമി ഉന്നതിയിൽ നിലനിൽക്കുന്ന രൂക്ഷമായ ശോചനീയ അവസ്ഥയും താമസക്കാരുടെ ദുരിതങ്ങളും നേരിട്ട് കണ്ട് വിലയിരുത്തുന്നതിനായി നാട്ടിക MLA ഗീതാ ഗോപിയുടെ നേതൃത്വത്തിൽ ഉന്നതതല സംഘം സന്ദർശനം നടത്തി. തൃശൂർ മരത്താക്കര കുഞ്ഞിനമ്പാറയിൽ ബസ് ടോറസ് ലോറിക്ക് പുറകിൽ ഇടിച്ച് അപകടം, 5 പേർക്ക് പരിക്ക്. ഏങ്ങണ്ടിയൂരിൽ വീട്ടിൽ കയറി യുവാവിനെ തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 2 പേർ അറസ്റ്റിൽ. CP ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ പാലക്കാട് CP ജംഗ്ഷനിൽ വെച്ച് നടന്ന നവോത്ഥാനം കാർഷിക പരിപാടി കേരള സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി T. സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.